ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലാക്ക് ടൈം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വീരധീരസൂരൻ. അപ്പോൾ വീരധീരസൂരൻ മൂവി കണ്ടു. പക്ഷേ അപ്പോൾ എന്താ പറയുന്നത്, വളരെ നല്ലൊരു സ്റ്റോറി, അതായത് കണ്ടൻറ്റ് ബേസ് ആയിട്ടൊരു സിനിമ, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് എന്താണോ പറയുന്നത് അതിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റുമായിട്ട് മാത്രം യോജിച്ചുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ സീൻ ബൈ സീന് കണ്ടൻറ്റിൽ നിന്നും വെളിയിൽ പോകാതെ, അനാവശ്യ സീനുകളൊന്നും ഇല്ലാതെ ആ കഥ എന്ത് പറയുന്നു അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് എന്ത് പറയുന്നു അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സിനിമയാണ് വീരധീര സൂര്യൻ എന്നത്. അതായത് പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സീൻ മുതൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഇങ്ങനെ ആ കഥ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ആ കണ്ടൻറ്റിൽ നിന്നും വ്യതിചലിക്കുന്നില്ല എന്നതാണ്. കാരണം ഒരു 5 മിനിറ്റ് താമസിച്ച് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം ഫസ്റ്റ് സീൻ തൊട്ടേ കഥ ഇങ്ങനെ തുടങ്ങുകയാണ്. അത് സുരാജ് തമിഴ് മീഡിയാസിലൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് സീൻ തൊട്ടേ കഥ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹീറോ ചിയാൻ വിക്രം. കാരണം വിക്രത്തിൻ്റെ ഒരു അധികം കൊമേഡി സിനിമകൾ ഇപ്പോൾ അധികം ചെയ്യാറില്ല, കൊണ്ടും വെറൈറ്റി റോളുകളല്ല അങ്ങനെയുള്ള കഥകളാണ് ചെയ്യുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ വരുന്നത്. അപ്പോൾ പഴയ ദില്ല്, തൂള്, ജെമിനി, സാമിയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ളൊരു കൊമേഴ്ഷ്യൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വന്നത്. പ്രത്യേകിച്ച് തൂൾ സിനിമയുടെ റീക്രിയേഷനൊക്കെ ഉണ്ട്. ആ സിംഗം പോലെ നടന്നു വരാമെന്നുള്ള ആ ഒരു പാട്ടൊക്കെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു 2000 ആ ഒരു കാലഘട്ടത്തെ വിക്രത്തെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള വിക്രത്തിൻ്റെ ഒരു മാസ് സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് കമ്പാക്കാണ് ഈ സിനിമ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര വയസ്സുണ്ടെന്ന് ഒരിക്കലും ആ ക്യാരക്ടർ കണ്ടാൽ പറയത്തില്ല. അതുപോലെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. പിന്നെ എസ് ജെ സൂര്യ, അദ്ദേഹവും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട സുരാജ് വെഞ്ഞാറമ്മൂട്, നമ്മുടെ സുരാജ് ചേട്ടൻ്റെ കാര്യമാണ്. കാരണം വിക്രത്തിനെയൊക്കെ വിറപ്പിക്കുന്ന രീതിയിലുള്ളൊരു വില്ലനിസം, നെഗറ്റീവ് റോളാണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുണ്ട്. വിക്രത്തിനെയും എസ് എ സൂര്യയൊക്കെ വിറപ്പിക്കുന്ന തരത്തിലുള്ളൊരു വില്ലനിസം. സുരാജ് ചേട്ടനാണോ ഇതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു അഭിനയമാണ്. ഈ 3 മുതലുകളും കൂടി, അല്ലെങ്കിൽ 3 പേരും കൂടി, വിക്രം, എസ് എ സൂര്യ, സുരാജ് ചേട്ടൻ, ഈ 3 പേരും കൂടി മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഇവർ 3 ഈ പടത്തിൻ്റെ പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയാം. അതോടൊപ്പം മറ്റൊരു അട്രാക്ഷൻ എന്നത് ജി വി പ്രകാശാണ്. ജി വി പ്രകാശിൻ്റെ BGM ആണ് വേറെ ലെവൽ BGM ഗൈസ്. കാരണം നല്ല ചില സീനുകളൊക്കെ അങ്ങോട്ട് സീനുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ BGM കൂടെ വരുമ്പോഴത്തേനും അമ്മാതിരി സോങ്സാണ് നമുക്ക് തരുന്നത്. പിന്നെ നായിക തുഷാര, അതായത് ഒരു തമിഴ് വില്ലേജ് ക്യാരക്ടേഴ്സാണ് ഇതിൽ. ആ തമിഴ് വില്ലേജിലെ സ്ത്രീകൾ എങ്ങനെയായിരിക്കും, ആ ഒരു ഗെറ്റപ്പും ആ ഒരു സംസാരവും ഒക്കെയാണ് തുഷാര. അതൊരു തമിഴ് വില്ലേജ് ഗേളായിട്ട് അവരങ്ങ് ജീവിക്കുകയായിരുന്നു പറയാം. അവരുടെ റോളും അവർ ഭംഗിയായിട്ട് നിർവഹിച്ചു. അങ്ങനെ മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒറ്റ രാത്രി നടക്കുന്ന കഥയാണ്. ഒറ്റ രാത്രി നടക്കുന്ന കഥ, രാവിലെ മോർണിംഗ് ആവുന്നതിന് മുമ്പ് തന്നെ കഥ അവസാനിക്കുന്നു. ഒറ്റ രാത്രി നടക്കുന്ന കഥ, വലിയ ലാഗും ബോറിങ്ങും ഒന്നും ഇല്ലാതെ ഡയറക്ടർ നല്ല എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ ഡയറക്ടർ SU അരുൺകുമാർ നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയൊക്കെ വേണം സിനിമ എടുക്കാൻ. കാരണം കണ്ടന്റിൽ നിന്നും വ്യതിചലിക്കാതെ ഒറ്റ രാത്രി കൊണ്ട് കഥ അവസാനിക്കുന്നു. നല്ല എൻഗേജിങ് ആയിട്ട് അടുത്ത എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചിന്തിക്കും. ആ രീതിയിൽ നമ്മളെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടാണ് തിയേറ്ററിൻ്റെ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുന്ന സ്ക്രീൻ പ്ലേ ആണ്. അതിനാണ് ഈ സിനിമയുടെ വലിയ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നല്ല റെസ്പോൺസും റിവ്യൂസും കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തതും. വളരെ ഹാപ്പി ആയിട്ട് തന്നെ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ടും സാധിച്ചു. ചിയാൻ വിക്രത്തിൻ്റെ ഒരു അടിപൊളി കമ്പാക്കാണ് വീരധീര സൂരൻ. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും എടുത്ത് പറയണം, തേനീശ്വറാണ്. പ്രത്യേകിച്ച് നൈറ്റ് നടക്കുന്ന സീൻസൊക്കെ വളരെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിരുന്നു ഒരു 16 മിനിറ്റുള്ളത് സിംഗിൾ ഷോട്ടിൽ എടുത്തിട്ടുണ്ടെന്ന്. അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. വളരെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും നല്ല മനോഹരമായ ഒരു തമിഴ് വില്ലേജ് രീതിയിലുള്ളൊരു സിനിമയാണ് ഈ സിനിമ വീരധീര സൂര്യൻ എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.